ലൈംഗിക സന്ദേശാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയോട് രാജി ആവശ്യപ്പെട്ട ഹൈക്കമാൻഡ്. ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശം നൽകിയത്. യുവനേതാവിനെതിരായ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നടി റിനി ആൻ ജോർജ് 24നോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. അതായത് ഞാൻ പറയുന്നത് ഒരു വലിയ സംവിധാനത്തിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എപ്പോൾ പേര് വെളിപ്പെടുത്തണം എന്നല്ലേ എനിക്ക് ആലോചിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഭയമല്ല, ആക്ച്വലി എനിക്കുള്ളൊരു സ്നേഹമാണ്. കാരണം എനിക്ക് ആ പറയുന്ന പ്രസ്ഥാനത്തോട് എനിക്കൊരു സ്നേഹവും പ്രതിബദ്ധതയും ഉണ്ട്. ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഞാൻ അത് ആലോചിച്ച് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. ഭയമല്ല, ഭയം ഒരിക്കലുമില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് മീഡിയയിൽ പറഞ്ഞു, ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ രംഗത്തെത്തി. രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റൊരാളില്ല, എൻ്റെ സ്നേഹം നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇത് എവിടെയും ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാൾ കൂടെ പോകുന്നത്. പക്ഷേ ഇതല്ല അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് ജനത്തോട് പറയേണ്ടതുണ്ട്. കാരണം ഇയാൾ ആൾക്കൂട്ടങ്ങളിൽ പറഞ്ഞുണ്ടാക്കുന്ന ഈ വൃത്തികേടുകൾ ജനം അറിഞ്ഞാൽ മാത്രമേ ഇതുവരെ പെട്ടു. ഇനി ഒരു സ്ത്രീകളും അതിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. രാഹുൽ തെറ്റുകാരനല്ലെങ്കിൽ തെളിയിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിനുള്ളിലെ ചർച്ച. ആരോപണ വിധേയനെ പിന്തുണയ്ക്കേണ്ട എന്നാണ് യൂത്ത് ലീഗ് നിലപാട്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായൊപ്പം വിഷ്ണു സുരേഷും സലിം മാലിക്കും മറ്റ് വിശദാംശങ്ങളുമായുണ്ട്. ആദ്യം ഞാൻ പോകുന്ന വിനീത VGയിലേക്കാണ്. വിനീത, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങളിലേക്ക് ഹൈക്കമാൻഡ് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. രാജിവെക്കാൻ നിർദ്ദേശം നൽകിയോ? തീർച്ചയായും അനുജ, അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. കടുത്ത സമ്മർദ്ദം അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ രാജി ആവശ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. നേരത്തെ തന്നെ ചില പരാതികൾ AICC അടക്കം ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരെ ഇത്തരത്തിലേക്കുള്ള പരാതികൾ വരുമ്പോൾ അത് പാർട്ടിയെ ആകമാനം ബാധിക്കുമെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നേതാക്കൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ AICC പോലും കടുത്തൊരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടികൾ പരാതി നൽകുമ്പോൾ ചിലർ പേര് പറഞ്ഞില്ല എങ്കിൽ പോലും നൽകുന്ന സൂചനകൾ അത് വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള സൂചനകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് രേഖാമൂലം ഒരു പരാതി ലഭിച്ചില്ല എങ്കിൽ പോലും ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി എടുക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. തുടരെ ഉണ്ടാവുന്ന ഇത്തരം പരാതികൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് വീണ്ടും മറ്റ് ഭരണപക്ഷമടക്കം മറ്റ് പാർട്ടികൾ അതിനെ വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കൂടിയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ രാജി എന്നൊരു ആവശ്യത്തിലേക്ക് AICC നീങ്ങിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ തന്നെയാണ് സാധ്യത. അനുജ, അതായത് ഇപ്പോൾ ഇതിൽ ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വവുമായൊക്കെയുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് നടത്തിക്കഴിഞ്ഞിട്ടില്ലേ? വിനീത, അന്വേഷണം വേണം, ഈ വിഷയം ലാഘവത്തോടെ കാണരുത് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതാണ്. പക്ഷേ ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ടതില്ല, വളരെ വേഗം തന്നെ രാജി ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണോ നിലപാട് നേതൃത്വത്തിന്റെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഹൈക്കമാൻഡിനടക്കം ലഭിച്ചിരിക്കുന്ന പരാതികൾ KPCCയിലേക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരാതികൾ അന്വേഷിക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ദീപാദാസ് മുൻഷിയായിരിക്കും ഈ പരാതികളടക്കം അന്വേഷിക്കുക. പക്ഷേ ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ ആരോപണങ്ങളിലും പരാതികളിലും സമാന രീതിയിലേക്കുള്ള ഒരു കഴമ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോപണങ്ങളിലേക്ക് പോകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. അത്തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ സംരക്ഷിക്കേണ്ട ഒരു നിലപാട് ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായി ഉയരുന്ന പരാതിയല്ല. ഇതിനു മുൻപും സമാനമായിട്ടുള്ള പരാതികളുണ്ട്. ഇത് നിരവധി പരാതികൾ ഇത്തരത്തിലേക്ക് വരുന്നൊരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളടക്കം ഒരു സമ്മർദ്ദം ചെലുത്തിയതായുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സമ്മർദ്ദത്തിന്മേൽ തന്നെയാണ് ഇപ്പോൾ AICC വഴങ്ങിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് അത്തരത്തിലേക്കൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് ഹൈക്കമാൻഡ്, അങ്ങനെ ഒരു നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും ആ നിർദ്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വഴങ്ങിയേക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.